ഇന്ന് നമ്മളിൽ പലരും സപ്ലിമെന്റ്സ് എടുക്കുന്നവരാണ്. അതിൽ തന്നെ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് അധികം എല്ലാവരും കേട്ട ഒന്നാണ്, അധികം ഉപയോഗിക്കുന്നതുമാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ശരീരത്തിൽ ഈ വൈറ്റമിൻ ഡി കുറയാനായിട്ടുള്ള കാരണം? അത് നാച്ചുറലായിട്ട് കൂട്ടാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് ഈ വൈറ്റമിൻ ഡി നാച്ചുറലായിട്ട് കൂടാത്തത്? സപ്ലിമെൻ്റ് എടുക്കേണ്ട ആവശ്യം വരുന്നത് എന്തുകൊണ്ടാണ്? ഇത് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡിയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ ശരീരത്തിന് എന്തെങ്കിലും ദോഷമുണ്ടാകുമോ എന്നതിനെക്കുറിച്ച് ആണ് ഇന്നത്തെ എൻ്റെ ടോക്ക്. ഇത് ഡോക്ടർ ജുമാന ഹസീനി ജി, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വടക്കഞ്ചേരി, പാലക്കാട്. ഈ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമ്മുടെ സൂര്യവെളിച്ചത്തിൽ നിന്നാണ് മെയിൻ സോഴ്സ് കിട്ടുന്നത്. മറ്റ് വൈറ്റമിൻസ് പോലെ ഇത് ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നത് വളരെയധികം കുറവാണ്. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് മീൻ, മുട്ട, പാല്, അതുപോലെ നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഭക്ഷണങ്ങളിലാണ് വളരെ കുറഞ്ഞ അളവിൽ നമുക്ക് ഈ വൈറ്റമിൻ ഡി ലഭ്യമാവുന്നത്. അപ്പോൾ കൂടുതലായിട്ടും ഇത് കിട്ടുന്നത് വൈറ്റമിൻ ഡി സൺലൈറ്റ്, നമ്മൾ സൂര്യവെളിച്ചത്തിനോട് എക്സ്പോസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇന്നത്തെ കാലത്ത് ഈ വൈറ്റമിൻ ഡി എന്തുകൊണ്ടാണ് ഈ വൈറ്റമിൻ ഡി ഒരു കൂടുതൽ പ്രശ്നമായി മാറുന്നത്? ഒന്ന്, ഈ വൈറ്റമിൻ ഡി എന്നുള്ള സംഭവം നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നുണ്ട്. ഒട്ടുമിക്ക ഡോക്ടറുകളും അതിന് കാരണം എന്താണെന്നുള്ളത് വൈറ്റമിൻ ഡി ഒരു ഡയഗ്നോസിസ് ഫാക്ടറായിട്ട് നമ്മളത് ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് കൂടുതലായിട്ട് അറിയപ്പെടുന്നു. അതേപോലെ തന്നെ നമ്മൾ ഈ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് സഹായിക്കുന്ന ഒന്നാണ്. നമ്മുടെ പ്രതിരോധശേഷി, അതേപോലെ നമ്മുടെ ലിവറിൻ്റെ ഹെൽത്ത്, നമ്മുടെ ബ്രെയിൻ പവർ, മെൻ്റൽ ഡിസോർഡേഴ്സ്, ഈവൻ ചിലർക്ക് ഈ ആങ്സൈറ്റി എന്ന് പറയും, അതായത് അമിതമായിട്ടുള്ള ഉത്കണ്ഠ, ഡിപ്രഷൻ, ഈവൻ ഹാർട്ടിൻ്റെ ആരോഗ്യത്തിന് വരെ, നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വരെ ഈ വൈറ്റമിൻ ഡി വളരെയധികം അത്യന്താപേക്ഷിതമാണ് എന്ന് പഠനങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്. ഇന്നത്തെ ജീവിതശൈലിയിൽ വന്ന ഒരു മാറ്റം നമ്മുടെ വൈറ്റമിൻ ഡി കിട്ടാതാവാൻ ഒരു കാരണമാവുന്നുണ്ട്. കാരണം ഒട്ടുമിക്ക ആളുകളും നമ്മൾ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്നതാണ്. അധികവും നമ്മൾ വെയിലിലോട്ട് ഇറങ്ങുന്നില്ല. ഇനി അഥവാ ഇറങ്ങുകയാണെങ്കിൽ തന്നെ നമ്മൾ ഈ വെയിലെന്ന് പറയുന്നത് അതിൽ UV ലൈറ്റിൽ നിന്നാണ് നമ്മുടെ സ്കിന്ന് തട്ടി, സ്കിന്നാണ് അത് കൺവേർട്ട് ചെയ്യുന്നത്. നമ്മളിൽ പലരും പുറത്തു പോകുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കാറുണ്ട്. ഇത് ഓട്ടോമാറ്റിക്കലി സൂര്യവെളിച്ചത്തിൽ നിന്ന് വരുന്ന ആ ഒരു UV റേസിനെ അത് തടയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിലോട്ട് UV റേസ് എത്താത്തിടത്തോളം കാലം ഡെഫിനറ്റായിട്ടും ഇത് കൺവേർട്ട് ആവില്ല. വൈറ്റമിൻ ഡിയുടെ ആ ഒരു അബ്സോർപ്ഷൻ ഫോം ഉണ്ട്, കോളികാൽസിഫറോൾ എന്ന് പറയുന്ന ആ ഒരു അബ്സോർപ്ഷൻ ഫോമിൽ വലിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലായി മാറുകയില്ല. അതേപോലെ അമിതമായിട്ടുള്ള വണ്ണമുള്ളവർ, ഈ അമിതമായിട്ടുള്ള വണ്ണമുള്ളവരിൽ ഈ വൈറ്റമിൻ ഡി സ്കിന്നിൽ നിന്നും വലിച്ചെടുത്താലും തന്നെ അവിടെ തന്നെ അത് കുടുങ്ങിക്കിടക്കും. അത് നമ്മുടെ ശരീരത്തിലോട്ട്, രക്തത്തിലോട്ട് അത് കലരുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അമിതമായിട്ടുള്ള വണ്ണമുള്ളവരിൽ ഈ വൈറ്റമിൻ ഡി ഒരു കുറവായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇനി ഈ വൈറ്റമിൻ ഡിയുടെ കുറവ് എന്തിലോട്ടൊക്കെ നയിക്കാം? ജസ്റ്റ് വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ ബോണും കാൽഷ്യവുമാണ് പലരും അത് ആലോചിക്കുന്നത്. തീർച്ചയായിട്ടും കാൽഷ്യം നമ്മുടെ ശരീരത്തിന് പറ്റിയ അളവിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനും വൈറ്റമിൻ ഡി ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആ ഒരു ആരോഗ്യം കാത്തു സൂക്ഷിക്കാനും നമ്മുടെ മെൻ്റൽ പവർ ബൂസ്റ്റ് ചെയ്യാനും പ്രതിരോധ ശേഷിനെ വരെ എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. ഈ വൈറ്റമിൻ ഡി ഞാൻ പറഞ്ഞുവല്ലോ, അത് സൂര്യവെളിച്ചത്തിൽ നമ്മൾ വൈറ്റമിൻ ഡിനോട് എക്സ്പോസ്ഡ് ആവണം എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഇത് എല്ലാവർക്കും ഒരുപോലെയല്ല, എല്ലാ ക്ലൈമറ്റിലും ഒരുപോലെയല്ല. ഡാർക്ക് സ്കിൻ ഉള്ളവരിൽ കുറച്ചുകൂടി മെലാനിൻ പിഗ്മെൻറ്റ് അവരിൽ വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ അവർക്ക് ഈ ഒരു റേഡിയേഷൻ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ നല്ല പാടായിരിക്കും. അപ്പോൾ അവർ കുറേ നേരം വെയിലിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ഫെയർ ആയിട്ടുള്ള സ്കിന്നുള്ളവർ, കുറച്ച് ലൈറ്റ് സ്കിന്നുള്ളവർ ഒരു 15 മിനിറ്റാണ് നിൽക്കേണ്ട ആവശ്യമെന്നുണ്ടെങ്കിൽ ഇവർ അതിൻ്റെ ഒരു ഡബിള്, ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ നേരം നിന്നാൽ മാത്രമേ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഡി സോഴ്സ് അവരുടെ ദേഹത്ത് എത്തുകയുള്ളൂ. അതേപോലെ തന്നെ ക്ലൈമറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വെയിലുള്ള ടൈമാണ് എന്നുണ്ടെങ്കിൽ പറയാറ് ഒരു 10 മണി മുതൽ 12 മണി ആ ഒരു ടൈമിനുള്ളിൽ 15-20 മിനിറ്റ് നേരം വെയിൽ കൊണ്ടാൽ തന്നെ ധാരാളം മതിയാവുമെന്ന് പറയാറുണ്ട്. എന്നാൽ മഞ്ഞുള്ള ടൈമിൽ, കുറച്ചുകൂടെ തണുപ്പുള്ള കാലാവസ്ഥയിൽ എന്ന് പറയുമ്പോൾ 12 മണി മുതൽ 3 മണി വരെ നല്ല ഉച്ച വെയിൽ, ആ ഒരു നല്ല വെയിൽ ഉള്ള സമയത്താണ് ദേഹത്തിൽ ആ ഒരു റേഡിയേഷൻ പതിക്കേണ്ടത്. അപ്പോൾ ആ ഒരു സമയത്താണ് കൂടുതലായിട്ട് നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ട് ഇരിക്കേണ്ടത്. വൈറ്റമിൻ ഡി നമ്മൾ ടെസ്റ്റ് ചെയ്യാനുള്ളത് എന്ന് പറയുന്നത് 25 ഹൈഡ്രോക്സി വൈറ്റമിൻ ഡി ടെസ്റ്റ് എന്ന് പറഞ്ഞ് രാവിലെ വെറും വയറ്റിൽ ബ്ലഡ് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ വാല്യൂസ് കണ്ടറിയാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ കുറഞ്ഞവരാണെന്നുണ്ടെങ്കിൽ, വൈറ്റമിൻ ഡി 10 കുറവാണെന്നുണ്ടെങ്കിൽ അവർക്ക് അമിതമായിട്ടുള്ള ക്ഷീണം, ഉത്കണ്ഠ, ഉറക്കമില്ലായ്മ, പിന്നെ ഹൃദയമിടിപ്പ് കൂടുക, അങ്ങനെ വളരെയധികം അപകടകരമായിട്ടുള്ള ഒന്നാണ് ഈ വൈറ്റമിൻ ഡിയുടെ കുറവെന്ന് പറയുന്നത്. വൈറ്റമിൻ ഡി ഒരുപാട് കുറഞ്ഞു കഴിഞ്ഞാൽ, 4-3 ലെവലിനേക്കാൾ കുറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ അത്
ഹൃദയത്തിൻ്റെ ഫങ്ഷനിങ്ങിനെ തന്നെ തകരാറിലാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ടൈമിൽ നമ്മളത് ഡയഗ്നോസ് ചെയ്ത് അതിൻ്റെ സപ്ലിമെൻ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചിലരെങ്കിലും പറയാറുണ്ട് ഡോക്ടറെ വൈറ്റമിൻ ഡി കുറവാണ്, 9 ഉള്ളൂ 8 ഉള്ളൂ, എന്നാൽ പിന്നെ ഡെയിലി അങ്ങോട്ട് വെയിൽ കൊണ്ടാൽ പോരെ എന്ന് പറഞ്ഞിട്ട്. വെയിൽ കൊള്ളുന്നത് ഈ ഒരു ബോർഡർ ലൈനിൽ നിൽക്കുന്നവർ വൈറ്റമിൻ ഡിയുടെ ലെവൽ ഒരു 20 തൊട്ട് 30 നാനോഗ്രാം ആ ഒരു ഇൻ്റർനാഷണൽ യൂണിറ്റ് ലെവലിലൊക്കെ നിൽക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വെയിൽ കൊണ്ടാൽ തന്നെ ധാരാളം മതിയാവും. എന്നാൽ ഒരുപാട് ലോ ആയിട്ടുള്ളവരിൽ പെട്ടെന്ന് തന്നെ വൈറ്റമിൻ ഡി കൂടേണ്ട ആവശ്യമുണ്ട്. അതിന് വെയിലിൽ ദിവസം നിന്നത് കൊണ്ട് മാത്രമാവില്ല, തീർച്ചയായിട്ടും വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻ്റ് എടുക്കേണ്ടി വരും. ഇനി ഈ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റ് ചിലരെങ്കിലും എന്താ ചെയ്യാറെന്ന് വെച്ചാൽ ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്യും. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ടാകും ഒരു 2 മാസം എടുക്കുക അല്ലെങ്കിൽ 3 മാസം എടുക്കാനായിട്ട് പറയും. അതിനുശേഷം ഒരു മെയിൻറ്റെയിനിങ് ഡോസ് എന്ന നിലയ്ക്ക് ഒരു 2 മാസം മന്ത്ലി വൺസ്, ബാക്കിയുള്ളത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലാണ് കൊടുക്കാറ്. ഇനി ദിവസവും എടുക്കുന്ന ഡോസേജും ഉണ്ട്. ആഴ്ചയിൽ ഒരിക്കലാകുമ്പോൾ ചിലർ 60,000 ഇൻ്റർനാഷണൽ യൂണിറ്റാണ് അഡൽസിനെ കൊടുക്കാറ്. അതിപ്പോൾ ദിവസവുമാണ് എന്നുണ്ടെങ്കിൽ 4,000 ഇൻ്റർനാഷണൽ യൂണിറ്റിൽ കൂടരുത്. അപ്പോൾ മാക്സിമം 2,000 ഇൻ്റർനാഷണൽ യൂണിറ്റൊക്കെയാണ് നമ്മൾ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത്. ഇനി അത് ദിവസവും എടുക്കാനായിട്ടുള്ളതാണ് 2,000 ഇൻ്റർനാഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ ആഴ്ചയിൽ ഒരിക്കൽ എടുക്കും. അപ്പോൾ ഒരു 3 മാസം 4 മാസം കഴിഞ്ഞ് പിന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെ ഇത് അവർ സ്ഥിരമായി എടുക്കുന്ന ഒരു പ്രകൃതം ഉണ്ടാവും. ഇത് സ്ഥിരമായി എടുക്കുമ്പോൾ വൈറ്റമിൻ ഡി ടോക്സിസിറ്റി ഉണ്ടാവും. കാരണം ഈ വൈറ്റമിൻ ഡിയുടെ നമ്മൾ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് കരളിലും പിന്നെ കിഡ്നിയിലുമാണ് ഇത് അതിൻ്റെ വലിച്ചെടുക്കത്തക്കുള്ള ഫോമിലായിട്ട് മാറുന്നത്. അപ്പോൾ ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ട് ഇത് കഴിച്ചു കഴിയുമ്പോൾ വൈറ്റമിൻ ഡി ടോക്സിസിറ്റി ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞ രീതിക്ക് തന്നെ അത് കൺസൾട്ട് ചെയ്ത് അതേ രീതിക്ക് എടുക്കുക. തുടർന്ന് നിങ്ങളായിട്ട് തന്നെ വൈറ്റമിൻ ഡി എടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. വൈറ്റമിൻ ഡിയുടെ കുറവ് ഇപ്പോൾ ശരീരത്തിൽ കാണിച്ചിരുന്ന ചില ലക്ഷണങ്ങളുണ്ട്. അതായത് ഉറക്കക്കുറവ്, അതേപോലെ അമിതമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടാം, തലവേദന അനുഭവപ്പെടാം, സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് വലിഞ്ഞു മുറുകുന്നത് പോലെ, അതേപോലെ കാൽഷ്യം കുറവ് ഇതിനോടനുബന്ധിച്ച് വരാറുണ്ട്. അപ്പോൾ ചിലർക്കെങ്കിലും ഭയങ്കര ജോയിൻറ്റ് പെയിൻസും കൂടെ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡിയുടെ കുറവ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് തിരിച്ചറിഞ്ഞ് അത് സപ്ലിമെൻ്റ് എടുക്കേണ്ടടുത്ത് എടുക്കുക. അല്ലാത്തവർ സൂര്യവെളിച്ചത്തിന് നാച്ചുറലായിട്ട് എക്സ്പോസ്ഡ് ആയിട്ട് അങ്ങനെ വൈറ്റമിൻ ഡി കൂട്ടാനായിട്ട് ശ്രമിക്കുക. ചെറിയ തോതിൽ പാല്, മുട്ട, ഇറച്ചി ഈ ഒരു വിഭവങ്ങളിലൊക്കെ വൈറ്റമിൻ ഡി അവൈലബിൾ ആണ്. അപ്പോൾ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമ്മൾക്ക് മാത്രമല്ല കുട്ടികളിലും പ്രതിരോധ ശേഷിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. കുട്ടികൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻ വരുന്നുണ്ട്, തുടർന്ന് ഇൻഫെക്ഷൻ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പനി ജലദോഷം ഇങ്ങനെ വിട്ടുമാറാത്തതുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെയും വൈറ്റമിൻ ഡി ലെവൽ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കുട്ടികളുടെ ഒരു എടുക്കുന്ന യൂണിറ്റ് വേറെയാണ്. അതിൻ്റെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വേണം അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള സപ്ലിമെൻ്റ് എടുക്കാനായിട്ട്. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ AG, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വടക്കഞ്ചേരി, പാലക്കാട്.